Hi all, welcome to Competitive Cracker. I am Ashwati. Dairy Farm Instructor എക്സാമിലെ കെമിസ്ട്രി ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതില് നമുക്കറിയാം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 20 മാർക്കാണ് കെമിസ്ട്രി എന്ന് വരുന്നത്. പിന്നെന്താണ്, ഇതില് മെയിൻ ആയിട്ട് 10 ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രിയിലെ 10 ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് NCERT ക്ലാസ് 11ഉം ക്ലാസ് 12ഉം +1 +2 ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതാണ് ഈ ഒരു എക്സാമില് കെമിസ്ട്രി എന്ന് വരുന്ന പോർഷൻസ്. ഇനി ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതില് ക്ലാസ് 11 ടോപ്പിക്സ് +1 നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലാർ സ്ട്രക്ചർ, തെർമോഡൈനാമിക്സ്, അതുപോലെ ഇക്വിലിബ്രിയം, ഓർഗാനിക്കിലെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇത്രയുമാണ് നമുക്ക് ക്ലാസ് 11 നിന്ന് വരുന്ന ടോപ്പിക്സ്, 5 ചാപ്റ്റേഴ്സ്. ഇനി +2 സൊല്യൂഷൻസ്, അതുപോലെ കെമിക്കൽ കൈനറ്റിക്സ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, ബയോമോളിക്യൂൾസ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓർഗാനിക്കിന്ന് 2 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ശ്രദ്ധിക്കണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയില് +2 ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ മാർക്ക് ചോദിച്ചിരിക്കുന്നത്. +1 ടോപ്പിക്സിൽ നിന്ന് അധികം മാർക്ക് ഇല്ല, 1 മാർക്കിന്റെ പോർഷൻസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ ചാപ്റ്റേഴ്സിലും വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ, ബയോമോളിക്യൂൾസ് +2 ചാപ്റ്റർ ആണ്. 4 മാർക്കാണ് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരിക. ഇതില് കാർബോഹൈഡ്രേറ്റ്സ് ഫസ്റ്റ് പോർഷൻ, പിന്നെ പ്രോട്ടീൻസ്, എൻസൈംസ്, വിറ്റാമിൻ, ന്യൂക്ലിക് ആസിഡ്, ഹോർമോൺസ്. ഇതില് കാർബോഹൈഡ്രേറ്റ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പോലുള്ള മോണോസാക്രൈഡുകൾ. പിന്നെ ഡൈസാക്രൈഡിലോട്ട് വരാണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ലാക്ടോസ് നോക്കാം. ലാക്ടോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ് നമ്മുടെ എക്സാം. അപ്പോൾ കൂടുതലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതിൽ ലാക്ടോസ് വരുമ്പോൾ മിൽക്കിലുള്ളതാണ്. അപ്പൊ ലാക്ടോസിന്റെ പോർഷൻസ് നന്നായിട്ട് നോക്കുക. അവിടെ റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ നോക്കണം. പിന്നെ വരുന്നത് പ്രോട്ടീൻസിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? പ്രോട്ടീൻസിന്റെ അകത്ത് അമിനോ ആസിഡ്സ് നോക്കണം. അമിനോ ആസിഡ്സിലെ ബോണ്ട് എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് ആണ്, അത് നോക്കുക. പിന്നെ പാലിലെ പ്രോട്ടീൻ ആയിട്ടുള്ള കേസിൻ കേട്ടോ, കേസിൻ എന്താണ്, അതിന്റെ കാര്യങ്ങളൊന്നും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണേ പ്രോട്ടീനില്. ഇനി നെക്സ്റ്റ് വരുന്നത് എൻസൈംസ് ആണ്. എൻസൈംസിലെ കാര്യങ്ങൾ നോക്കി പോവാ. പിന്നെ വൈറ്റമിൻ വരുമ്പോഴേക്കും നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ, അവിടെ ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ട് അല്ലെ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്നത്, ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നത്, അങ്ങനെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പോവാ. പിന്നെ വരുന്നത് ന്യൂക്ലിക് ആസിഡ്, RNA DNA പോർഷൻസ് നോക്കുക, ഹോർമോൺസ്. അപ്പൊ ഇത്രയുമാണ് ബയോമോളിക്യൂൾസ് എന്ന് വരുന്നത്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞു, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ് നമ്മുടെ എക്സാം. അപ്പൊ അതിൽ വരുന്ന ലാക്ടോസ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ അകത്ത് വരുന്ന ലാക്ടോസ് നോക്കുക. ഒപ്പം തന്നെ കേസിൻ, പ്രോട്ടീനിൽ വരുന്ന കേസിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. അതായത് 3 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഓർഗാനിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സബ് ടോപ്പിക്സ്? ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? നോമൻക്ലേച്ചർ നോക്കുക, ബേസിക് ആയിട്ടുള്ള നോമൻക്ലേച്ചർ നോക്കുക. സ്ട്രക്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തനോളും ഒക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾസ് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രൈമറി ആൽക്കഹോള്, സെക്കൻഡറി ആൽക്കഹോള്, ടെർഷ്യറി ആൽക്കഹോൾ എല്ലാം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക നിങ്ങള്. പിന്നെന്താണ്, അടുത്ത ചാപ്റ്റർ വരുമ്പോ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് ഉണ്ടാവുക. ഇതിലും നോമൻക്ലേച്ചർ നോക്കണം, ബേസിക് ആയിട്ടുള്ള IUPAC നോമൻക്ലേച്ചർ നോക്കണം. പ്രിപ്പറേഷൻസ്, ആൽഡിഹൈഡും കീറ്റോൺസും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ പ്രിപ്പറേഷൻസ് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ റിയാക്ഷൻസ്. ഇവിടെ നിങ്ങൾ നെയിം റിയാക്ഷൻസ് നോക്കണേ. കുറച്ച് നെയിം റിയാക്ഷൻസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. റോസൻമൻ റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, ക്യാനിസാരോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോവാ. പിന്നെന്താണ്, ഇതിന്റെ യൂസസ്, ആൽഡിഹൈഡ്സും കീറ്റോൺസും യൂസസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി പോവാം. ഇനി
നെക്സ്റ്റ് ഈ പോർഷനിൽ തന്നെ വരുന്നതാണ് നോമൻക്ലേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്. പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ്സിന്റെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കുറച്ച് രീതികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് നോക്കി പോവാ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണം. കെമിക്കൽ റിയാക്ഷൻസ്, അത് ഞാൻ നേരത്തെ കെമിക്കൽ റിയാക്ഷൻസ്, നെയിം റിയാക്ഷൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ നെയിം റിയാക്ഷൻസ് നമുക്കറിയാം, കാനിസാരോ, വൂൾഫ് കിഷ്ണർ, അതുപോലെ തന്നെ ക്ലെമൻസൺ റിഡക്ഷൻ, അതൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഇനി അടുത്ത ടോപ്പിക് നോക്കിക്കേ, നമ്മൾ പറഞ്ഞതാണ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക മക്കളെ. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കിയേ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ ഒരു റിയാക്ഷന്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, പിന്നെ റേറ്റ് ഇക്വേഷൻസ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടേഴ്സ് നോക്കുക. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ, കൊളീഷൻ തിയറി കേട്ടോ, കൊളീഷൻ തിയറി നന്നായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ലെ-ചാൾഷ്യർ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കി പോണം എന്താണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിന്റെ അകത്ത് നോക്കിക്കേ, മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാ വന്നിരിക്കുന്നത്? 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സൊല്യൂഷൻസിൽ വരുന്നത്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് നമുക്കറിയാം, ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് സൊല്യൂഷൻസ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? കോൺസെൻട്രേഷൻ ടേംസ്. സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ. അപ്പൊ അതൊക്കെ നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സോലുബിലിറ്റി പ്രൊഡക്റ്റ് നോക്കാം. 2 ഇക്വേഷൻസ്, 2 ലോസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഹെൻറി ലോയും റാവോൾസ് ലോയും, അത് നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ്. ഏതൊക്കെയാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണമുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ. ഇനി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ +1 ചാപ്റ്റർ ആയ ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് പ്രിൻസിപ്പിൾസ്, 2 മാർക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ജനറൽ ഇൻട്രൊഡക്ഷൻ, പറയുന്നുണ്ട്, അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി അതിൻ്റെ അകത്ത് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ അവരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് നോക്കാം. ഒപ്പം തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഐസോമറിസം പറയുന്ന കാര്യങ്ങളുണ്ട്, സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം കേട്ടോ, മസ്റ്റ് ആയിട്ട് നോക്കണം അവിടെ ഐസോമറിസം. ഇനി പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്യൂരിഫൈ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് നോക്കി പോവാം. ഒപ്പം തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഏതൊക്കെ രീതിയിലാണ് അത് അനലൈസ് ചെയ്ത് പോകുന്നത്, ആ കാര്യങ്ങൾ അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരിക. ഇക്വിലിബ്രിയത്തില് നമ്മൾ എന്തൊക്കെ ആ ചാപ്റ്ററിൽ വരുന്ന പോർഷൻസ് ടോപ്പിക് നോക്കി പോണം. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോസസ്, ആ ഒരു കാര്യം നോക്കുക. പിന്നെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ആ ഒരു കാര്യം നോക്കണം. പിന്നെ ഹോമോജീനസ് ഇക്വിലിബ്രിയ, കോൺസ്റ്റന്റ് കണ്ടോ, റേറ്റ് കോൺസ്റ്റന്റ് K. ഒപ്പം തന്നെ റിയാക്ഷൻ കോഷ്യന്റ്, ഗിബ്സ് എനർജി, അതൊക്കെ ഒന്ന് നോക്കി പോകേണ്ടതായിട്ട് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുമ്പോഴേക്കും ഈ അയോണിക് ഇക്വിലിബ്രിയത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ആസിഡ്, ബേസസ്, അതുപോലെ തന്നെ ബഫർ സൊല്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. pH വാല്യൂല് വ്യതിയാനം വരുമ്പോൾ ആ ഒരു ബഫർ സൊല്യൂഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പാലിന്റെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ മിൽക്കിന്റെ pHല് ആ ഒരു ബഫർ സൊല്യൂഷനിൽ നിന്നുള്ള ഒരു പോർഷൻ വരും, അപ്പൊ അത് നമ്മൾ നോക്കണം. പിന്നെ ഇനി വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിന്റെ ടോപ്പിക്സ് ആണ്. +1 തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറി, പിന്നെ ആറ്റോമിക് മോഡൽസ് ഇമ്പോർട്ടന്റ് ആണ്. ആറ്റോമിക് മോഡൽസിൽ തന്നെ ബോർ മോഡൽ നന്നായിട്ട് നോക്കുക. ഓക്കെ, ബോർ മോഡൽ നോക്കുക. പിന്നെ വരുന്നത് ബോർ മോഡലിന്റെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ക്വാണ്ടം നമ്പേഴ്സ് കേട്ടോ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ക്വാണ്ടം നമ്പേഴ്സ്. നമുക്കറിയാം 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്.
അത് നോക്കണം. 1 മാർക്കിന്റെ ആണ് അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സും ബോർ മോഡലും മെയിൻ ആയിട്ട് അവിടെ നോക്കണേ. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ അതിൽ 1 മാർക്കിന്റെ ചോദ്യമാണ് അതിൽ നിന്ന് ചോദിക്കുക. അവിടെ നോക്കിക്കേ, ആസിഡിന്റെ ബേസിസിനെ ഒക്കെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് തിയറീസ് ഒക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ തിയറീസ് നമ്മൾ അവിടെ നോക്കിപ്പോണം. പിന്നെ ഏതാണ് അയോണിക് ആൻഡ് കോവലന്റ് ബോണ്ട്, അതുപോലെ ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് ലെങ്ത്, ബോണ്ട് ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഈ ആസിഡ് ആൻഡ് ബേസിസിന്റെ കേസസ് പറയുമ്പോൾ ലൂയിസ് ആസിഡ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്, അതൊക്കെ നോക്കുക. പിന്നെ വരുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ തിയറി, റിപ്പൽഷൻ തിയറി, VSEPR തിയറി ഇമ്പോർട്ടന്റ് ആണ്. VSEPR തിയറി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഹൈബ്രിഡൈസേഷൻ നോക്കണം. ഒപ്പം തന്നെ ഈ VSEPR തിയറിയിൽ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ്, ഒരു ആറ്റത്തിന്റെ ഷേപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഷേപ്പ് ആൻഡ് ഓർബിറ്റൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ വാലൻസ് ബോണ്ട് തിയറിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? VSEPR തിയറിയാണ്. പിന്നെ ഹൈബ്രിഡൈസേഷൻ കേട്ടോ, ഹൈബ്രിഡൈസേഷൻ നന്നായിട്ട് നോക്കുക. ആ ടോപ്പിക് SP, SP2, SP3 ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓരോ മോളിക്യൂൾസിലുള്ള ബോണ്ടിങ്, ദെൻ ഫൈനലി ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് എന്തൊക്കെ പഠിക്കണ്ടേ? അയോണിക് ബോണ്ടിങ് എന്താണ്, കോവലന്റ് ബോണ്ടിങ് എന്താണ്, ഹൈബ്രിഡൈസേഷൻ, പിന്നെ VSEPR തിയറി. ലാസ്റ്റ് ടോപ്പിക് ആണ് തെർമോഡൈനാമിക്സ്. 1 മാർക്കിന്റെ ചോദ്യം മാത്രമേ ഇവിടെ നിന്ന് വരുന്നുള്ളൂ. തെർമോഡൈനാമിക്സിൽ തെർമോഡൈനാമിക് ടേംസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഗിബ്സ് എനർജി ആണ് കേട്ടോ. ഗിബ്സ് എനർജി നോക്കുക. ഒപ്പം തന്നെ ലോസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും മെയിൻ ആയിട്ട് നോക്കാം കേട്ടോ. മെഷർമെന്റ് ഓഫ് ഇന്റേണൽ എനർജി ചേഞ്ച്, എൻതാൽപി ചേഞ്ച്, അതൊക്കെ ഉണ്ട്. അതിനേക്കാളും മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? ഗിബ്സ് എനർജി വരുന്ന പോർഷനും ഒപ്പം തന്നെ ഏതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസും. ഓക്കെ, ഇവിടെ സ്പോണ്ടേനിറ്റി, അതാണ് ഗിബ്സ് എനർജിയിൽ പറയുന്നത് അല്ലെ. സ്പോണ്ടേനിറ്റി എന്നുള്ള ഒരു ടേം വരുന്ന പോർഷൻ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തെർമോ ഡൈനാമിക്സിൽ വരുന്നത്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റവും കെമിക്കൽ ബോണ്ടിങ്ങും തെർമോഡൈനാമിക്സും മൂന്നും കൂടി കൂട്ടിയിട്ട് 3 മാർക്കാണ് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻസിൽ ഞാൻ പറഞ്ഞു തന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് കൂടുതൽ പരിഗണന നൽകി പഠിക്കുക. മുന്നേ പറഞ്ഞ +2 ചാപ്റ്റേഴ്സിലെ, അതായത് ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ബയോമോളിക്യൂൾസിലെ ഈ ലാക്ടോസ് വരുന്ന പോർഷൻ, കേസിൻ, അങ്ങനെയുള്ള പോർഷൻസ് നന്നായിട്ട് പഠിക്കാം. ഓർഗാനിക്, ഐസോമെറിസം കേട്ടോ, നോമൻക്ലേച്ചർ, നെയിം റിയാക്ഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻസ് നല്ല ഭംഗിയായിട്ട് നോക്കി പോവാ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന 20 മാർക്കിന്റെ ടോപ്പിക്സ്. ഇതിന് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചാൽ നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം NCERTയിലെ അതേ കണ്ടന്റ് തന്നെയാണ് നമുക്ക് സിലബസിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ് നമ്മുടെ എക്സാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് കെമിസ്ട്രി ടോപ്പിക്സ് ആണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ എന്താ പറയാ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അല്ലെ, ഉടനായിട്ട് വരാൻ പോകുന്നു. അപ്പം അതിന്റെ ഒരു ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8590202323 ആണ് നമ്പർ. അപ്പൊ അതിലോട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ലോങ് ബാച്ചിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ CCയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒപ്പം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.